ഈ ഡാമിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഡാമുകളെല്ലാം, എർത്തേൺ ഡാമുകളെല്ലാം പൊളിച്ചു പണിതിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ സ്വത്തുക്കളുടെയും ഒക്കെ മുകളിലിരിക്കുന്ന ഒരു ജലബോംബാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. ഒരു ഡാമിന് അത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിന് ഏകദേശം ഒരു ആയുസ് നിർണ്ണയിക്കും. ഇത് ഇത്ര വർഷം നിലനിൽക്കും. ഇതേപോലെ തന്നെ ഗുജറാത്തിൽ 1978 ഒരു എർത്തേൺ ഡാം പൊട്ടി. ആ സ്ഥലം അപ്പാടെ ഒലിച്ചു പോയിട്ടുണ്ട്. ഒരു ഗ്രാമത്തിനെ കംപ്ലീറ്റ് വാഷ് ഓഫ് വരും. ആ ഡാം അത്രയും പൊക്കത്തിൽ വെച്ച് അതിനെന്തെങ്കിലും ക്ഷതം സംഭവിച്ചാൽ 141 വർഷമായിട്ട് നിലനിൽക്കുന്നു, ഒരു സത്യത്തിൻ്റെ പുറത്ത് നിൽക്കുന്നു എന്ന് മാത്രമേ ഈ സാങ്കേതിക മേഖലയിൽ അറിവുള്ള എനിക്ക് പോലും പറയാനൊക്കുള്ളൂ. അത് പൊട്ടിയാൽ വെള്ളം എരച്ചെത്തുന്ന അതിൻ്റെ തൊട്ട് താഴത്തുള്ള ഇടുക്കി ഡാമിനാണ്. ഈ എരച്ചെത്തുന്ന വെള്ളവും ഈ പറയുന്ന ഡെബ്രീസും വരുന്ന ഫോഴ്സിനെ താങ്ങി നിർത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല എന്നേ പറയാനൊക്കൂ. ഈ തമിഴ്നാടിൻ്റെ പിടിവാശി എന്താണ്? അതൊരു പൊളിറ്റിക്കൽ റീസൺ ആയിരിക്കാം. 142 അടിയായിട്ട് ഉയർത്തണമെന്ന് പറഞ്ഞപ്പോൾ പോലും നമ്മളതിനെ ശക്തമായി എതിർത്തു. ഇതിൻ്റെ ഫുൾ റിസർവോയർ ലെവൽ 152 അടിയാണ്. ആ FRLലേക്ക് ഇത് ഉയർത്തണമെന്ന് പറയുമ്പോൾ പരോക്ഷമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ദുരന്തം വരണമെന്ന് അവർക്ക് താല്പര്യമുണ്ടോ? കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാറിലെ ആശങ്കകൾ ഇനിയും അവസാനിക്കുന്നില്ല. സ്വാഭാവികമായും ഈ ജലനിരപ്പ് അത് ഉയർത്തേണ്ട ഒരു ഘട്ടമുണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ എന്നോടൊപ്പം റിട്ടയർഡ് ഹൈഡ്രോഗ്രാഫർ സതീഷ് ഗോപി ചേരുകയാണ്. സർ നമസ്കാരം. സ്വാഗതം സി മലയാളം ന്യൂസിലേക്ക്. മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥ നിലവിൽ പരിതാപകരമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. 142 വർഷം പഴക്കമുള്ള ഒരു ഡാം കൂടിയാണ്. സ്വാഭാവികമായും ഈ മഴ ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണോ? ഡാമിൻ്റെ നിലവിലത്തെ സാഹചര്യം എന്താണ്? ജലനിരപ്പ് ഉയർത്തണമെന്ന് ഇതിനോടകം തന്നെ തമിഴ്നാട് വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഒരു കാരണവശാലും നടക്കില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. അപ്പോൾ മുല്ലപ്പെരിയാറിൽ വീണ്ടും ആശങ്ക വർദ്ധിക്കുകയാണ്. തീർച്ചയായിട്ടും മുല്ലപ്പെരിയാർ വിഷയത്തിൽ അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ മുകളിൽ, കേരളത്തിലെ ജനത്തിൻ്റെയും കേരളത്തിലെ ജനങ്ങളുടെ സ്വത്തുക്കളുടെയും ഒക്കെ മുകളിലിരിക്കുന്ന ഒരു ജലബോംബാണ് മുല്ലപ്പെരിയാർ ഡാമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. 141 വർഷം പഴക്കമുണ്ട്. 1895 കമ്മീഷൻ ചെയ്ത ഡാമാണ്. അതിലെ റൂൾ കർവ് എന്ന് പറയുന്നത്, അതായത് ഒരു പ്രശ്നമൊന്നും കൂടാതെ വെള്ളം കൃത്യമായിട്ട് നിലനിർത്താനുള്ള റൂൾ കർവ് 136 അടിയാണ്. അത് ഡാം ഡിസൈൻ ചെയ്ത സമയത്ത് പറഞ്ഞാണ് റൂൾ കർവ് 136 അടി. ഈ 136 അടി പിന്നെ തമിഴ്നാടിൻ്റെ പ്രഷർ കൊണ്ട് 142 അടിയായി ഉയർത്തി. സുർക്കിയും ചുണ്ണാമ്പും കരിങ്കല്ലും കൊണ്ട് നിർമ്മിച്ച ഒരു ഗ്രാവിറ്റി ഡാമാണ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാം. ഒരു ഡാമിന് അത് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിന് ഏകദേശം ഒരു ആയുസ് നിർണ്ണയിക്കും. ഇത് ഇത്ര വർഷം നിലനിൽക്കും. അങ്ങനെ ഒരു ആയുസ് നിർണ്ണയിച്ചാൽ ഇതുപോലെ സുർക്കിയും ചുണ്ണാമ്പും പിന്നീട് കരിങ്കല്ലും ഒക്കെ കൊണ്ട് നിർമ്മിക്കുന്ന ഗ്രാവിറ്റി ഡാം ഏകദേശം ഒരു 10-70 കൊല്ലം അതിൻ്റെ ലൈഫ് നമുക്ക് പറയാൻ സാധിക്കും. സിമൻറ്റ് കൊണ്ടല്ല എന്ന് ഓർക്കണം. ഈ ഡാമിന് പല കാലങ്ങളിൽ, അതായത് 1924 വെള്ളപ്പൊക്കമുണ്ടായിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഭാഗത്ത്. 1943 വളരെ ശക്തമായ വെള്ളപ്പൊക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയിൽ. 61 ശക്തമായ വെള്ളപ്പൊക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റീസെൻ്റായിട്ട് 2018 അതിശക്തമായ മഴ അവിടെ പെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കാലങ്ങളിലൊക്കെ ഈ ഡാമിൻ്റെ ഈ സുർക്കി എന്ന് പറയുന്ന മിശ്രിതം കംപ്ലീറ്റ് ഏകദേശം ഇതെല്ലാം കഴിഞ്ഞ് ഒരു പരിശോധന നടത്തിയപ്പോൾ 1970 പരിശോധന നടത്തിയപ്പോൾ ഏകദേശം 60% സുർക്കിയും ഇതിൽ നിന്ന് ഒലിച്ചു പോയിട്ടുള്ളതായിട്ട് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പിന്നീട് വിദഗ്ധർ ഇത് പരിശോധിച്ച് അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ഒരു വിവിധ മാധ്യമങ്ങളിൽ വന്ന വാർത്ത നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 80% സുർക്കിയും ഒലിച്ചുപോയി. അപ്പോൾ ഈ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കരിങ്കല്ലിനെ പിടിച്ച് നിർത്തുന്ന സുർക്കി അവിടെ ഇല്ലെങ്കിൽ ആ ഡാമിൻ്റെ ബലമൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് അതിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന സീപ്പേജ് ഓഫ് വാട്ടർ എന്ന് പറയും. വെള്ളം പുറത്തേക്കൊഴുകുകയാണ്, ലീക്ക് കൊണ്ട് വെള്ളം പുറത്തേക്കൊഴുകുന്നു. ആ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ വർദ്ധിച്ചപ്പോഴാണ് 2010-2012 കാലത്തിൽ ഇതൊരു വലിയൊരു
പിന്നീട് എന്താ വാദഗതി ഉണ്ടായത്. നമ്മുടെ ഇവിടെ സർക്കാർ പറഞ്ഞു ആ ഡാം സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. അപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരെല്ലാം അവിടെ പോയി പരിശോധിച്ചിട്ട് റിപ്പോർട്ട് കൊടുത്തു, ഇത് വളരെ അപകടമാണ്. ഇതിലുള്ള പ്രധാന ഈ അപകടത്തിൻ്റെ ആ ഒരു എക്സ്റ്റൻറ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 800 കൂടുതൽ മീറ്റർ പൊക്കത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും നിലനിൽക്കുന്ന ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. ആ ഡാം അത്രയും പൊക്കത്തിൽ വെച്ച് അതിനെന്തെങ്കിലും ക്ഷതം സംഭവിച്ചാൽ 141 വർഷമായിട്ട് നിലനിൽക്കുന്നു, ഒരു സത്യത്തിൻ്റെ പുറത്ത് നിൽക്കുന്നു എന്ന് മാത്രമേ ഈ സാങ്കേതിക മേഖലയിൽ അറിവുള്ള എനിക്ക് പോലും പറയാനൊക്കെ ഉള്ളൂ. അത് പൊട്ടിയാൽ വെള്ളം ഇരച്ചെത്തുന്ന അതിൻ്റെ തൊട്ട് താഴത്തുള്ള ഇടുക്കി ഡാമിനാണ്. ഇടുക്കി ഡാം ആർച്ച് ഡാമാണ്, കോൺക്രീറ്റ് ഡാമാണ്. പക്ഷേ ആ ഡാമിന് പോലും ഈ ഇരച്ചെത്തുന്ന വെള്ളവും ഈ പറയുന്ന ഡെബ്രീസും വരുന്ന ഫോഴ്സിനെ താങ്ങി നിർത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല എന്നേ പറയാനൊക്കെ ഉള്ളൂ. അങ്ങനെ വന്നാൽ അതിൻ്റെ താഴത്തുള്ള പ്രദേശങ്ങൾ മുഴുവൻ വാഷ് ഓഫായി പോവും. ആ വാഷ് ഓഫായി പോകുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം പത്രത്തിലൂടെ വിവിധ മാധ്യമങ്ങളിലൂടെയും വാർത്തകളായി വന്നിട്ടുണ്ട്. 3 ജില്ലകൾ അപ്പാടെ ഒലിച്ചു പോകും എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ എക്സ്റ്റൻറ്റ് നമ്മൾ കണ്ടറിയാനേ പറ്റുള്ളൂ, നമുക്കത് വിവരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അത്ര നമുക്ക് കേരളത്തിൻ്റെ 3 ജില്ലകൾക്ക് ഏറ്റവും ഭീഷണിയായിട്ടൊരു ജലബോംബ് അവിടെ ഇരിക്കുമ്പോൾ പിന്നെയുള്ള നിവൃത്തി എന്താണ്? ഈ ഡാം പൊളിച്ചു പണിയുക. ഡാമിനെ നിലനിർത്തിക്കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഡാമിൽ ഈ വെള്ളം ഉള്ളപ്പോൾ തന്നെ വേറൊരു വാദഗതി വന്നു, ഈ ഡാമിലൊരു കാര്യം ചെയ്യുക, കൂടുതൽ വെള്ളം വരുന്നതിലേക്ക് വെള്ളം വന്നാൽ അതിന് ഒരു മാർഗം എന്നുള്ള നിലയ്ക്ക് ടണലുകൾ കുഴിച്ച് തമിഴ്നാട്ടിലെ മറ്റൊരു ഭാഗത്തൂടെ തമിഴ്നാട്ടിലേക്ക് ഈ അധിക വെള്ളം കൊണ്ടുപോകുക. അങ്ങനെ അധിക വെള്ളം കൊണ്ടുപോകാൻ, അത് ഈ കാച്ച്മെൻറ്റ് ഏരിയയിൽ നല്ല മഴയത്ത് വന്നു ചേരുന്ന അധിക വെള്ളം അപ്പോൾ തന്നെ ഡ്രെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ടണലുകൾ കുഴിച്ച് തമിഴ്നാടിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുക. ആ കൊണ്ടുപോകുന്ന വെള്ളം വൈദ്യുതി ഉൽപ്പാദനത്തിനും അവരുടെ കൃഷി ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴും ഈ ഡാം ഇവിടെ നിലനിൽക്കുകയാണ്. ഈ ഡാം ഇറ്റ്സെൽഫ് അതിന് ആയുസ് തീർന്നു കഴിഞ്ഞു. അതിന് സിമൻറ്റ് ഗ്രൗട്ടിംഗ് പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് തമിഴ്നാട് അതിൻ്റെ ആയുസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാടിൻ്റെ ആശങ്ക എന്താണ്? ഇവിടെ ഒരു ഡാം ഇല്ലാതെയായി പുതിയ ഒരു ഡാം കെട്ടുന്നു എന്ന് വന്ന് ഈ ഡാമിനെ ഡിമോളിഷ് ചെയ്താൽ പിന്നെ ഇവിടെ ഒരു ഡാം ഉണ്ടാകില്ല എന്നൊരു ആശങ്കയാണ് അവർക്കുള്ളത്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവനാണ് ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ഏറ്റവും നമ്മൾ വാല്യൂബിളായിട്ട് കണക്കാക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവൻ. ആ ഒരു ജീവനെ സംരക്ഷിക്കാൻ ഇന്ത്യയുടെ ആർമിയും നേവിയും പോലീസും ഒക്കെ എത്തിയ ചരിത്രങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഒരു ജീവനാണെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ. ആ ജീവൻ വെച്ച് പന്താടുമ്പോൾ, കേരളത്തിലെ ആൾക്കാരെ ജീവൻ വെച്ച് പന്താടുമ്പോൾ തമിഴ്നാടിനെന്താണ്? അവരൊരു സേഫ് സോണിലാണ്. അവർക്ക് അവരുടെ ജലസേചനത്തിനും കുടിവെള്ളത്തിനും ആവശ്യമായ വെള്ളം ലഭിക്കുന്നു. മറ്റൊരു ഭീഷണി അവിടെ ഇല്ല. അപ്പോൾ ഒരു മേഖലയാകെ ജീവനും സ്വത്തിനും ഭീഷണി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുമേഖലയ്ക്ക് അവരുടെ ആവശ്യത്തിനുള്ള ജലം ആവശ്യമുള്ള കുടിവെള്ളമാണോ വലുത്, ജീവനാണോ വലുത് എന്ന് ചോദിച്ചാൽ ജീവനാണ് വലുതെന്നേ നമുക്ക് പറയാനൊക്കെ ഉള്ളൂ. അപ്പോൾ 141 വർഷം മുമ്പ് ഈ ഡാം ഈ ജോൺ പെനിക്യുക്ക് നിർമ്മിക്കുന്ന കാലഘട്ടത്തിൽ മധുര, തേനി, കമ്പം, ദിണ്ടുക്കൽ ഭാഗത്തൊന്നും വലിയ ജലസേചന സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വളരെ ഉണങ്ങിക്കിടന്ന വരൾച്ചയുള്ള സ്ഥലങ്ങളായിരുന്നു. ഇന്ന് അതേസമയം അവിടെ ഏകദേശം 20 പുറത്ത് ഏകദേശം 28ഓളം ചെറു ഡാമുകളും മീഡിയം സൈസ് ഡാമുകളും ഉണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ അവിടെ ആവശ്യത്തിന് ജലസേചനത്തിനുള്ള സൗകര്യങ്ങളും വരുന്നുണ്ട്. അതായത് പണ്ട് ഒരു കിണറിൽ പോലും വെള്ളമില്ലാതിരുന്ന അത്ര വരൾച്ച ബാധിച്ച സ്ഥലത്ത് ഇന്ന് ജലസേചന സൗകര്യമുണ്ട്. അത് മാത്രമല്ല, മറ്റ് ഈ മഴ പെയ്ത് തമിഴ്നാട്ടിലെ നദികളിലൂടെ ഒഴുകുന്ന വെള്ളം അവർ കാര്യക്ഷമമായിട്ട് ഇപ്പം ടെക്നോളജി എല്ലാം ഡെവലപ്പ് ചെയ്ത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി എല്ലാം വന്നപ്പോൾ അതൊക്കെ വിനിയോഗിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് വെള്ളം കൊടുക്കുന്നതിന് നമുക്ക് ആശങ്കയൊന്നുമില്ല. പക്ഷേ വെള്ളം കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനും ഈ ഭീതി അകറ്റാനും ഇവിടെ ഭരണത്തിലിരിക്കുന്ന സർക്കാരുകൾ ഏറ്റവും വലിയ മുൻഗണന നൽകണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ ഡാമിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ച ഡാമുകളെല്ലാം, എർത്തേൺ ഡാമുകളെല്ലാം പൊളിച്ചു പണിതിട്ടുണ്ട്. അമേരിക്കയിലും പൊളിച്ചു പണിതിട്ടുണ്ട്, വികസിത രാജ്യങ്ങളിലൊക്കെ പൊളിച്ചു പണിതിട്ടുണ്ട്. അത് മാത്രമല്ല, അമേരിക്കയിൽ ഇതേപോലെയല്ല, സുർക്കിയല്ല, ഒരു എർത്തേൺ ഡാം പൊട്ടി
പിന്നെ വലിയൊരു ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് അവരൊരു വലിയ പാഠം പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഗുജറാത്തിൽ 1978 ഒരു എർത്തേൺ ഡാം പൊട്ടി. മോർബി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗ്രാമത്തിനടുത്ത് ഒരു എർത്തേൺ ഡാം പൊട്ടി. ആ സ്ഥലം അപ്പാടെ ഒലിച്ചു പോയിട്ടുണ്ട്. ഏകദേശം 30,000-ഓളം മരണങ്ങളാണെന്ന് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു ഗ്രാമത്തിനെ കംപ്ലീറ്റ് വാഷ് ഓഫ് ആയി, ഒരു ചെറിയ പട്ടണമാണ് മോർബി, ഗ്രാമമല്ല പട്ടണം. ആ പട്ടണമാകെ വാഷ് ഓഫായി പോകാൻ ആ ഒരു ഡാം അതിൻ്റെ തകർച്ച കാരണമായിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ വളരെ ഗുരുതരമായ അവസ്ഥയാണ്. കാരണം മോർബി ഡാം എന്ന് പറയുന്നത് താരതമ്യേന താഴ്ന്ന സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത സ്ഥലത്താണ്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 800 മീറ്ററിൽ കൂടുതൽ പൊക്കത്തിലിരിക്കുന്ന ഈ ഡാം പൊട്ടിയാൽ ഇതിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ സമ്മർദ്ദം എത്ര വലിയ പാറകളും ബാക്കിയുള്ളതുമാണ് ഹൈ ഫോഴ്സിൽ താഴോട്ട് വരുന്നത്. ഇത് വാഷ് ഓഫായി പോവുകയല്ലേ, ഭയങ്കര ഒരു ഡിസാസ്റ്റർ ആയിരിക്കും, വലിയൊരു ദുരന്തമായിരിക്കും. ആ ദുരന്തമായിട്ട് മാറരുത് എന്നാണ് നമ്മൾ പറയുന്നത്. അത് മാത്രമല്ല, ഈ തമിഴ്നാടിൻ്റെ പിടിവാശി എന്താണ്? അതൊരു പൊളിറ്റിക്കൽ റീസൺ ആയിരിക്കാം. 142 അടിയായിട്ട് ഉയർത്തണമെന്ന് പറഞ്ഞപ്പോൾ പോലും നമ്മളതിനെ ശക്തമായി എതിർത്തു. ഇതിൻ്റെ ഫുൾ റിസർവോയർ ലെവൽ 152 അടിയാണ്. ആ FRLലേക്ക് ഇത് ഉയർത്തണമെന്ന് പറയുമ്പോൾ പരോക്ഷമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ദുരന്തം വരണമെന്ന് അവർക്ക് താല്പര്യമുണ്ടോ? കേരളം ഭൂപടത്തിൽ നിന്നും മാഞ്ഞു പോകണമെന്ന് ജോസഫ് വിജയ് അദ്ദേഹം ആ തരത്തിലാണോ പ്രതീക്ഷിക്കുന്നത് എന്ന് നമ്മൾ തോന്നിപ്പോവും, നമ്മുടെ മനസ്സിൽ തോന്നിപ്പോവും. നമ്മൾ യഥാർത്ഥത്തിൽ പറയല്ല, നമ്മുടെ മനസ്സിൽ തോന്നുകയാണ്. അങ്ങനെയാണോ? ഒരിക്കലും അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. ഇനി സത്യത്തിൽ ഒരു പ്രളയത്തെ നേരിടാനുള്ള ഒരു ശേഷി കേരളത്തിനില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചിരുന്നു 1924 വെള്ളപ്പൊക്കം, അമേരിക്കൻ ഡാം പൊട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെയും. അപ്പോൾ സ്വാഭാവികമായും ഇനി മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ കേരളമേ ഉണ്ടാകില്ല എന്ന് നമുക്കൊരു പരിധിവരെ പറയാൻ കഴിയും എന്നുള്ളതാണ് അങ്ങയുടെ വാക്കുകൾ വീക്ഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഡാമിൻ്റെ ആയുസ് എത്രയാണ് എന്നുള്ളതാണ് അങ്ങ് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റിലൊരു വലിയൊരു സ്ട്രക്ചർ തീർക്കുകയാണെങ്കിൽ, RCC റീഇൻഫോഴ്സ്ഡ് സിമൻറ്റ് കോൺക്രീറ്റ്, നമ്മുടെ ആർച്ച് ഡാം, ഇടുക്കിയിലെ ആർച്ച് ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന സിമൻറ്റ് കൊണ്ടാണ്, സിമൻറ്റ് RCC കൊണ്ടാണ്. വലിയ ഡാമാണ്, വളരെ ശക്തമായ ഡാമാണ്. ആ ഡാമിന് പോലും ഒരു 100 വർഷം കാലാവധി പറയും. കാരണം എന്ന് വെച്ചാൽ ഈ സിമൻ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ്. ആ കെമിക്കൽ കോമ്പൗണ്ട് വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ ഹൈഡ്രേഷൻ മൂലം അത് വലിയൊരു ശക്തമായ രൂപത്തിൽ, അതായത് നമ്മൾ വലിയൊരു ബൈൻഡിങ് മെറ്റീരിയലായിട്ട് മാറും. ആ ബൈൻഡിങ് മെറ്റീരിയലായിട്ട് മാറി കല്ലിനെയും മണ്ണിനെയും ഒക്കെ ചേർത്ത് പിടിച്ച് വളരെ ശക്തമായ ഒരു ഖരരൂപത്തിലായിട്ട് മാറി അവിടെ ഇങ്ങനെ നിലകൊള്ളുന്നതാണ് കോൺക്രീറ്റ് ടെക്നോളജി. ആ കോൺക്രീറ്റിലെ സിമൻറ്റിന് ഒരു 10-70 വർഷം, 50 വർഷം കഴിയുമ്പോഴേ അതിൻ്റെ ശക്തി കുറഞ്ഞു തുടങ്ങും. ഒരു 75 വർഷമാകുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യും. ആ സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്ത് അത് താഴോട്ട് വരുമ്പോൾ പിന്നെ എന്താണ് പറയുന്നത്, ഏകദേശം 100 വർഷത്തിനോട് അടുപ്പിച്ചാകുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് വളരെ കൂടുതൽ, 50% കൂടുതൽ ഡിക്രീസ് ചെയ്യും. ആ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പരിഹാരം എന്താണ്? പുതിയൊരു ഡാം നിർമ്മിക്കുക, അല്ലാതെ വേറെ പരിഹാരമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറിനോട് ചേർത്ത് വെച്ചുകൊണ്ട് വേണമെങ്കിലും, ഈ സ്ട്രക്ചറിനോട് ചേർത്ത് വെച്ചുകൊണ്ട് വേണമെങ്കിലും ഒരു ഡാം നിർമ്മിക്കാം, ഒരു സ്ട്രക്ചർ നിർമ്മിക്കാം. അങ്ങനെ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, നമ്മുടെ ലോകത്ത് തന്നെ അങ്ങനെ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കാണണം. പിന്നെ അപ്പോൾ ചോദിക്കും, ഒരു കാര്യമുണ്ടല്ലോ, പിന്നീട് ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് കാവേരി തീരത്ത് തൃശ്ശിനാപ്പള്ളിക്കടുത്ത് ഒരു കല്ലണ നിർമ്മിച്ചിട്ടുണ്ട്. ആ കല്ലണ ഇപ്പോഴും ഒരു കുഴപ്പവും കൂടാതെ നിൽക്കുന്നില്ലെന്ന് ചോദിച്ചാൽ, അത് കരിങ്കല്ല് പാകി സിമൻ്റൊന്നും ഇല്ലാതെ വെറും കരിങ്കല്ല് മാത്രം അടിച്ച് ഷേപ്പ് ചെയ്ത് വലിയ വലിയ പീസ് എടുത്ത് വച്ച് കെട്ടിയ ഒരു ഡാമാണ്. അതിനിടയിൽ സിമൻറ്റോ സുർക്കിയോ ഒന്നുമില്ല. ആ കരിങ്കൽ ഡാം എത്ര കൊല്ലം വേണോ നിൽക്കും. നമ്മുടെ ഇപ്പോൾ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നു മാർബിൾ കൊണ്ട്, അതിൻ്റെ ഇടയിൽ സിമൻറ്റോ സുർക്കിയോ ഒന്നുമില്ല, വെറും മാർബിൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് എത്ര 1000 വർഷങ്ങൾ വേണമെങ്കിലും ആ മാർബിളിൻ്റെ ആ സ്ട്രെങ്ത് തീരുന്നത് വരെയും അവിടെ നിൽക്കും, ഒരു പ്രശ്നവും വരില്ല. അതേസമയം ഈ സുർക്കി മോട്ടറും ഈ സിമൻറ്റും ഒക്കെ കൊണ്ട് നിർമ്മിച്ച ഡാം എന്താണ് പ്രശ്നം? ആ സുർക്കി മോട്ടറിനും സിമൻറ്റ് മോട്ടറിനും ഒക്കെ ഒരു കാലം കഴിയുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യും. അങ്ങനെ അവിടെ ഹോള് വീഴും, വെള്ളം സീപ്പേജ് ഉണ്ടാവും. ഈ സീപ്പേജ് ഈ ഡാമിനെ, ആ സ്ട്രക്ചറിനെ തകർക്കും. അതാണ്, നമ്മളൊരു വീട് വയ്ക്കണു, തിരുവനന്തപുരം സിറ്റിയിൽ നല്ലൊരു വീട് വെച്ചു, 2 നില കെട്ടിടം വെച്ചു. ആ കെട്ടിടത്തിൻ്റെ ആയുസ് എത്രയാണ് സാധാരണ എഞ്ചിനീയർമാർ പറയുന്നത്? 75 വർഷം.
അല്ലെങ്കിൽ മാക്സിമം ആ 75 വർഷം കഴിയുമ്പോൾ നമ്മൾ 10, 20, 30 വർഷം കഴിയുമ്പോൾ നമ്മൾ ആനുവൽ മെയിൻ്റനൻസ് ക്ലിയറായിട്ട് ചെയ്തുകൊണ്ട് പോയാലും ഇതിനൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഈ സ്ട്രക്ചർ, ഈ കെട്ടിടം പൊളിച്ചിട്ട് വേറൊരു കെട്ടിടം വെക്കും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തലമുറകളായിട്ട് നമ്മുടെ കാരണവന്മാരിൽ നിന്ന് കിട്ടുന്ന സ്ഥലത്തൊരു കെട്ടിടം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കിപ്പോൾ കിട്ടിയാൽ അത് പൊളിച്ചിട്ട് നമ്മൾ വേറൊരു കെട്ടിടം വെക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ ലൈഫ് തീർന്നു, അടുത്ത നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കും. ഇതേപോലെ എല്ലാ ഡാമുകൾക്കും ഒരു കാലപരിധിയുണ്ട്, അതായത് അതിനൊരു ലൈഫുണ്ട്. ആ ലൈഫ് നമ്മൾ പറയും. യഥാർത്ഥത്തിൽ നമുക്ക് മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണിയാൻ കഴിയുമോ? ഇപ്പോൾ അതിന് കഴിയുന്നൊരു സാഹചര്യം ആപ്റ്റായിട്ട് വരുന്നൊരു സ്ഥിതിയാണോ ഉള്ളത്? തീർച്ചയായിട്ടും കേരള സർക്കാർ അങ്ങനെ ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. 1300 അടി താഴ്ഭാഗത്ത് ഒരു ഡാം കെട്ടാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. അവിടെ കെട്ടാൻ വേണ്ടി ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചു, ഒരു സ്ഥലത്ത് വായിച്ചു, ഒരു രേഖയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രപ്പോസൽ എടുത്ത് അങ്ങനെ കെട്ടാവുന്നതാണല്ലോ, അതിന് യാതൊരു തടസ്സവും ഇല്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ആശങ്കകൾ ഒരു പരിധി വരെയെങ്കിലും അവസാനിക്കും അല്ലേ? ആശങ്കകൾ ഒരു പരിധി വരെയെങ്കിലും, ഒരു പരിധിയല്ല, ആ ഒരു ഡാം സ്ട്രക്ചർ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ആശങ്ക 100% നമ്മളെ വിട്ടൊഴിഞ്ഞു. നമുക്കതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ആ ഒരു കാര്യം ചെയ്യണം. ഈ ഡാമിനെ, നിലനിൽക്കുന്ന ഡാമിനെ ശക്തി കൂട്ടി ഇനി കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ സംസാരിച്ചിട്ടുള്ള എല്ലാ വിദഗ്ധരുടെയും, ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുള്ള ഈ മേഖലയിൽ, സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന, വളരെ പ്രവൃത്തി പരിചയവും ഉയർന്ന വിദ്യാഭ്യാസമുള്ള, എക്സ്പീരിയൻസുള്ള ആൾക്കാരുടെ എല്ലാ അഭിപ്രായം ഇത് തന്നെയാണ്. ഇതിനെ നീട്ടിക്കൊണ്ടുപോകാൻ ഒരു നിവൃത്തിയില്ല. ജലനിരപ്പ് ഒരു കാരണവശാലും അപ്പോൾ വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാട് തന്നെ സംസ്ഥാനം സ്വീകരിക്കുകയും ചെയ്യുകയാണ് ഈ വിഷയത്തിൽ. തീർച്ചയായിട്ടും സംസ്ഥാനം അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന ജനനന്മയെ കരുതിയിട്ട് ആണ് എന്നേ നമുക്ക് പറയാനൊക്കെ ഉള്ളൂ. സ്ട്രോങ് ആയിട്ട് യാതൊരു രാഷ്ട്രീയവും വ്യക്തി താല്പര്യങ്ങളും ഒന്നും ഇതിൽ ഇടപെടാതെ നമ്മുടെ സംസ്ഥാനം വളരെ ശക്തമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും മുല്ലപ്പെരിയാർ ഡാമിന് പകരം ഒരു സംവിധാനം എന്താണ്, തമിഴ്നാട്ടിന് വെള്ളം കൊടുക്കത്തക്ക രീതിയിൽ സംവിധാനം എന്താണെന്ന് ഒരു വിദഗ്ധ കമ്മിറ്റിയെ കൊണ്ട് റിപ്പോർട്ടുണ്ടാക്കി ആ കമ്മിറ്റി പറയുന്ന അഭിപ്രായം അതിന് ബാക്കിയുള്ള വെളിയിലുള്ള സകല ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ആലോചിച്ച്, എക്സ്പേർട്സുമായിട്ട് ആലോചിച്ച് നടപ്പിൽ വരുത്തണമെന്നേ നമുക്ക് പറയാനൊക്കുള്ളൂ. ഈ അവസരത്തിൽ കേരളത്തിൽ മുല്ലപ്പെരിയാർ മാത്രമാണോ ഭീഷണിയിലുള്ളത്? മറ്റേതെങ്കിലും ഡാമുകൾ ഇതുപോലെ അപകടാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? ചില ചെറിയ ഡാമുകളെല്ലാം അപകടാവസ്ഥയിലാണ്. പക്ഷേ ആ അപകടാവസ്ഥയിലുള്ള ഡാമിനെ ഇപ്പോൾ ഒരു കുഴപ്പവും വരാതെ എന്താണ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അപകടാവസ്ഥയിലാണ് എന്ന് മുല്ലപ്പെരിയാർ എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്? 141 വർഷം കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലം, ഓരോ സ്ഥലങ്ങളിൽ പെയ്യുന്ന മേഘവിസ്ഫോടനം മൂലം, ഓരോ സ്ഥലങ്ങളിൽ പെയ്യുന്ന മഴ 2008 ശേഷം വളരെ ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രതിഭാസമാണ് സംസ്ഥാനത്ത് അങ്ങിങ്ങായി തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേഘവിസ്ഫോടനം എന്നൊക്കെ കാലാവസ്ഥാ വിദഗ്ധരും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ പറയാറുണ്ട്. ചുഴലിക്കാറ്റുകൾ ആവർത്തിച്ചു മാറി വരുന്നു, തീവ്ര ന്യൂനമർദ്ദങ്ങൾ, അതിതീവ്ര ന്യൂനമർദ്ദങ്ങൾ, പിന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിഭാസങ്ങളൊക്കെ കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലാവസ്ഥയ്ക്ക് അനുസൃതമായി ജനം മാറി ചിന്തിക്കേണ്ട, ജനത്തിൻ്റെ ജീവിതം തന്നെ മാറ്റേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അല്ലേ? തീർച്ചയായും നമ്മളത് എല്ലാ കാര്യങ്ങളിലും ഈ ക്ലൈമറ്റിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച്, അത് എല്ലാ കാര്യങ്ങളിലും നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ, ഒരു പുതിയൊരു സ്ട്രക്ചർ കിട്ടണമെങ്കിൽ, കാലാവസ്ഥാ വ്യതിയാനം ആ ഭാഗത്ത് ഏതെല്ലാം രീതിയിൽ അടുത്ത ഒരു 10-50 കൊല്ലത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം, നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് അവിടെ എന്തൊക്കെ സംഭവിക്കാമെന്ന് നമ്മൾ മനസ്സിലാലോചിച്ച് നമുക്കൊന്ന് ആലോചിച്ച് അവിടെ എന്തൊക്കെ സംഭവിക്കും എന്ന് മനസ്സിൽ കണ്ടതിന് ശേഷം മാത്രമേ അവിടെ ഒരു കൺസ്ട്രക്ഷൻ പോലും, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പോലും നടത്താൻ പാടുള്ളൂ എന്നാണ് വിദഗ്ധരുടെ വരെ അഭിപ്രായം. പത്തനംതിട്ടയിൽ ഒരു മിന്നൽ പ്രളയമുണ്ടായി. ഇനിയും പ്രളയങ്ങൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ മറ്റൊരു മഹാപ്രളയം കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിന് അത് താങ്ങാൻ കഴിയുന്നതല്ല എന്നുള്ള കാര്യം അങ്ങേക്കും എനിക്കും നമ്മുടെ പൊതുസമൂഹത്തിനും എല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും? ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്താൻ എന്തൊക്കെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയും? ഇടവം പകുതിയാവുമ്പോൾ മഴ തുടങ്ങും. ഇടവം പകുതിയാവുമ്പോൾ മൺസൂൺ മഴ തുടങ്ങി വളരെ സാവധാനം ആ മഴ കൂടി പിന്നെ ആഗസ്റ്റ് മാസം കർക്കിടകം കഴിയുമ്പോൾ മഴ കുറയും. അതാണ് ഇടവപ്പാതി. അത് കഴിഞ്ഞിട്ട് തുലാം ആവുമ്പോൾ
പിന്നീട് തുലാവർഷം ആ ഒരു സൈക്കിള്, അത് കഴിഞ്ഞ് നവംബർ ഡിസംബർ ആകുമ്പോൾ മഴയെല്ലാം തീർന്ന് മഞ്ഞുകാലം, ഇത് നമുക്ക് കൃത്യമായി തുടർന്ന് വന്ന കാലാവസ്ഥയിലെ ഒരു സൈക്കിളാണ്. ആ സൈക്കിളിന് മാറ്റം വന്നു. ഇപ്പോൾ മാറ്റം വന്നത് കാലാവസ്ഥയിൽ വന്ന ആഗോളതാപനവും കാലാവസ്ഥയിൽ വന്ന മറ്റു വ്യതിയാനങ്ങളും കാറ്റിൻ്റെ ഗതിയിലൊക്കെ വന്ന വളരെ ഡ്രാസ്റ്റിക്കായിട്ടുള്ള ചേഞ്ചസുമാണ്. ഇത് നമ്മുടെ ഇന്നത്തെ സമൂഹം ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ വരുന്നത് വലിയൊരു ദുരന്തമായിരിക്കും. കേരളം ആ പ്രത്യേകത മലനാട്, ഇടനാട്, തീരപ്രദേശം ഇതെല്ലാം വളരെ വീതി കുറഞ്ഞ ഏകദേശം 600 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു ഭൂപ്രദേശമാണ് ജിയോഗ്രഫിക്കലി കേരളം. അപ്പോൾ ഈ മലനാടെന്ന് പറയുന്ന ഈ മലമ്പ്രദേശത്ത് സഹ്യപർവ്വത നിരകളിൽ അത് അതീവ പരിസ്ഥിതി ലോല പ്രദേശമാണ്. അതീവ പരിസ്ഥിതി ലോല പ്രദേശത്ത് ഈ ക്ലൈമറ്റിൻ്റെ ചേഞ്ച് കൊണ്ട്, കാലാവസ്ഥയിൽ വരുന്ന മാറ്റം കൊണ്ട് അതിലുണ്ടാകുന്ന ഒരു ചെറിയ ചേഞ്ച് പോലും നമ്മുടെ താഴത്തെ തീരപ്രദേശത്ത് വരെ അത് റിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ പിന്നീട് പത്തനംതിട്ട ജില്ലയിലെ ഹൈ റേഞ്ച് മേഖലകളിൽ വളരെ കൂടുതൽ പ്രിസിപ്പിറ്റേഷൻ ഉണ്ടായി, മേഘവിസ്ഫോടനം പോലെ പ്രിസിപ്പിറ്റേഷൻ ഉണ്ടായി, മഴ പെയ്തു. ഇപ്പോൾ ആ മഴ പെയ്ത് താഴ്ന്നു വന്ന് ഇപ്പോൾ ആലപ്പുഴ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ ഫ്ലഡഡ് ആയതേ ഉള്ളൂ. പത്തനംതിട്ട ഭാഗങ്ങളിൽ അതിൻ്റെ ആശങ്ക ഒഴിഞ്ഞിട്ടും ആലപ്പുഴ ഭാഗത്ത് ഈ വെള്ളം വന്ന് കെട്ടി നിൽക്കുകയാണ്. അവിടെ അപ്പർ കുട്ടനാട് മേഖല ഇതൊരു 3-4 ദിവസം കഴിഞ്ഞാലേ ഇത് പതുക്കെ ഒഴുകി കടലിലോട്ട് പോവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആ ജിയോഗ്രഫിക്കൽ ആ ഒരു നമ്മളൊരു ജിയോഗ്രഫി, കേരളത്തിൻ്റെ ജിയോഗ്രഫി കണക്കിലെടുത്ത് വേണം ഓരോ കാര്യങ്ങളും നമ്മൾ അനാലിസിസ് നടത്താൻ. ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. മാത്രമല്ല മൺസൂൺ തുടങ്ങുമ്പോൾ വേറൊരു അടി കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കെന്ന് പറഞ്ഞാൽ ഈ പിന്നീട് മദ്ദളം പോലെ 2 സൈഡിൽ നിന്നുള്ള അടിയാണ്. അതായത് പർവ്വത പ്രദേശങ്ങളിൽ നിന്നുള്ള അതിവൃഷ്ടി താഴോട്ട് വരുന്നു. മൺസൂൺ കാലഘട്ടത്തിൽ നമ്മളെ തീരത്തുണ്ടാകുന്ന തിര കൊണ്ടുണ്ടാകുന്ന തീരശോഷണം, അതീവ ഗുരുതരമായ കടലാക്രമണം, ഈ കടലാക്രമണത്തിന് തീരദേശം പിന്നീട് കടലാക്രമണത്തിന് വിധേയമാകുന്നു. അതേപോലെ തന്നെ മേളിൽ മഴ പെയ്ത് ഉരുൾപൊട്ടൽ അതുപോലെയുള്ള ദുരന്തങ്ങളുണ്ടാകുന്നു. ഇടനാടിൽ നമ്മൾ ജീവിക്കുന്ന ജനമെല്ലാം ഈ രണ്ടിൻ്റെയും എഫക്റ്റ് തീരപ്രദേശത്തിൻ്റെ ആൾക്കാരും അനുഭവിക്കുകയാണ്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് വളരെ ഇക്കോളജിക്കലി നമ്മൾ പിന്നീട് അതിൻ്റെ ഒരു ജിയോഗ്രഫി വെച്ചുകൊണ്ട്, ഈ കാലാവസ്ഥാ വ്യതിയാനം വെച്ചുകൊണ്ട്, പരിസ്ഥിതി ആഘാതം വെച്ചുകൊണ്ട് കേരള മേഖലയിലെ ഓരോരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായി വിലയിരുത്തി മാത്രമേ മുന്നോട്ട് പോകാവൂ. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ പത്മകുമാറിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.